നിവിൻ പോളി തിരിച്ചു വന്നു മക്കളെ, തിരിച്ചു വന്നു. നിവിൻ പോളി നായകനായി അഭിനയിച്ച അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ തിയേറ്ററിൽ പോയി കണ്ടു. അടിപൊളി ഒരു ഫീൽ ഗുഡ് മൂവി. ഒരുപാട് ഇഷ്ടമായി സിനിമ. ഒരുപാട് നാളായി നമ്മൾ ഇതുപോലത്തെ ഒരു ഫീൽ ഗുഡ് മൂവി നിവിൻ പോളിയുടെ കണ്ടിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്ത പാച്ചും അത്ഭുതങ്ങൾക്കും ആ ഒരു സിനിമയുടെയൊക്കെ ആ ഒരു മൂഡ് പോലെ തന്നെയാണ് ഈ സിനിമ വരുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കഥ പറഞ്ഞ് പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ് സർവമായ. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് നിവിൻ പോളി തന്നെയാണ്. നിവിൻ പോളി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് പുള്ളി ആ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പഴയ നിവിൻ പോളി സിനിമകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ സെയിം എക്സ്പ്രഷൻസും ആ കോമഡി ടൈമിങ്സും ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് പുള്ളി അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മൾ ഇതിനു മുമ്പ് നിവിൻ പോളി സിനിമ കാണാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ഈ സിനിമയിലുണ്ട്. പിന്നെ അജു വർഗീസ് ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിവിൻ പോളി അജു വർഗീസ് കോംബോ, അതിൽ വരുന്ന കോമഡീസ് ഒക്കെ നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങൾ ഈ കോംബോയിൽ നിന്ന് വരുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ നായികയായിട്ട് വരുന്നത് റിയ ഷിബു ആണ്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ. ഭയങ്കര ക്യൂട്ട്നെസ് ഉള്ള ഒരു ക്യാരക്ടറും അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും സംഭവങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ പ്രബേന്ദു എന്നൊരു പൂജാരിയുടെ ക്യാരക്ടറായിട്ടാണ് നിവിൻ പോളി ഈ സിനിമയിൽ വരുന്നത്. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പുള്ളിയുടെ കൂടെ ഒരു ലേഡി ഗോസ്റ്റ് കൂടുകയാണ്. ഒരു ഫ്രണ്ട്ലി ഗോസ്റ്റ് ആണ്. അപ്പോൾ ആ ഗോസ്റ്റ് നിവിൻ പോളിയുടെ ക്യാരക്ടറിന്റെ കൂടെ വന്നു കഴിയുമ്പോൾ പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അഖിൽ സത്യൻ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അഖിൽ സത്യൻ തന്നെയാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. കേൾക്കാൻ നല്ല രസമായിരുന്നു തിയേറ്ററിൽ. അതിന്റെ പിക്ചറൈസേഷനും അടിപൊളിയായിരുന്നു. ഓരോ സോങ്സിന്റെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധനാണ്. നല്ല ഫ്രെയിംസുകളായിരുന്നു. സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിവിൻ പോളി, അജു വർഗീസ്, റിയ ഷിബു ഇവർ മൂന്നുപേരുമാണ് സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവരെ കൂടാതെ ഈ സിനിമയിൽ ജനാർദ്ദനൻ, അൽതാഫ് സലീം, പ്രീതി മുകുന്ദൻ, വിനീത് അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് കൂടി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കിട്ടിയ റോള് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ് സർവമായ. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.